പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ സഞ്ചരിച്ചിരുന്ന കളക്ടറുടെ ഔദ്യോഗിക വാഹനം കോന്നി മാമൂട്ടിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ്. ഇന്നോവ വാഹനം മറ്റൊരു വാഹനവുമായി ഇടിച്ചതിന് ശേഷം നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. ഈ വാഹനത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ, ഒപ്പം തന്നെ ഗൺമാൻ ഉണ്ടായിരുന്നു, ഡ്രൈവറും ഉണ്ടായിരുന്നു. 3 പേർക്കും പരിക്കേറ്റു. അവരെ ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി കാറിനുള്ളിൽ നിന്നും പുറത്തെടുത്ത് പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുപ്രവർത്തകനും കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള റോബിൻ പീറ്റർ ഉണ്ട്. അങ്ങ് ഈ വാഹനത്തിന് തൊട്ട് പുറകെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ കോന്നി ബ്ലോക്ക് ഓഫീസിൽ നിന്നും കോന്നിയിലേക്ക് പോകുമ്പോഴാണ് 50 മീറ്ററിന് ചുറ്റളവിൽ ഈ അപകടം കാണുന്നത്. ഞാൻ കാണുമ്പോൾ തന്നെ കാറ് തലകീഴായി കിടക്കുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ ഈ സൗണ്ട് കേട്ട ആളുകൾ ഓടിയെത്തി. അവരെ 3 പേരെയും ഡോറ് വളരെയേറെ ബലം പ്രയോഗിച്ച് തുറന്നാണ് 3 പേരെയും പുറത്തെടുത്തത്. 3 പേർക്കും അന്നേരം ഓർമ്മയൊക്കെ ഉണ്ട്, മറ്റ് പ്രശ്നങ്ങളില്ല. പക്ഷേ ഇത്രയും വലിയൊരു അപകടം എന്ന നിലയിൽ ശാരീരികമായിട്ടുള്ള നന്നായ ഒരു ഒലച്ചിൽ ശരീരത്തുണ്ടായിട്ടുണ്ട്. കളക്ടറുടെ നടുവിന് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഒരു കണ്ണിൻ്റെ സൈഡിൽ എവിടെയോ ഇടിച്ചിട്ടുണ്ട്. ഗൺമാൻ്റെ കൈക്ക് ഒരു മുറിവുണ്ട്. ഡ്രൈവർക്കും അതേ രീതിയിൽ. ഇവർ 3 പേര് സംസാരിച്ചു. അപ്പോൾ തന്നെ ആംബുലൻസിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും കോന്നിയിലേക്ക് വന്നിരുന്ന മറ്റൊരു ഇന്നോവ കാറുമായിട്ടാണ് ഇത് ഇടിച്ചത്. അതിലേതാണ്ട് 5 ആളുകളോളം ഉണ്ടായിരുന്നു. അവരെയും ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടും ഇന്നോവ വാഹനങ്ങൾ തന്നെയായിരുന്നു. ഇന്നോവ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് കളക്ടറുടെ ഈ ഒരു ഔദ്യോഗിക വാഹനം തലകീഴായി മറിഞ്ഞത്. താങ്കൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ കട നിൽക്കുകയായിരുന്നു. കട നിന്ന സമയത്താണ് സാറിൻ്റെ വണ്ടി, കളക്ടറുടെ വണ്ടി ഇങ്ങോട്ട് വരികയും ഇവിടുന്ന് വണ്ടി പാസ് ചെയ്യുകയും ചെയ്ത് അവർ ഉറങ്ങിയതാണോ ഇല്ല എനിക്കറിയില്ല. വണ്ടി ആ സൈഡിലോട്ട് കയറി ഇടിച്ചു. വണ്ടി ഇത് കടകം മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് വീഴുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓടി വന്നു. നാട്ടുകാർ വന്നു. പിന്നെ ഷോറൂമിലെ പിള്ളേർ കണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഓടി വന്ന് ഡോറ് വലിച്ച് നല്ല ഇത് വലിച്ച് ആദ്യം സാറിനെ ഇറക്കി. സാറിന് വലിയ സാരമായിട്ടുള്ള പരിക്കുകളൊന്നും ഇല്ലെന്നാണ്, മറ്റേ മുറികളൊന്നുമില്ല. പിന്നെ സാറിന് വെള്ളമൊക്കെ ഞങ്ങൾ കൊടുത്തു. പിന്നെ ഗൺമാനെ ഇറക്കി. ഡ്രൈവറിന് മാത്രം കൈക്കോ കാലിനൊക്കെ ചെറിയ മുറിവുകളുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നും പറ്റിയിട്ടില്ല. ഈ അപകടം കണ്ട ആളുകൾ, ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ പരിക്കത്ര സാരമല്ല എന്നുള്ളതാണ്. പക്ഷേ അവരെ എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ വാഹനം കിടക്കുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ ഒരു ആ ഒരു അപകടത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാകും. ഇന്നോവ വാഹനമാണ്, അത് തലകീഴായി മറിഞ്ഞിരിക്കുന്നു. ഏതായാലും പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.